ലൈംഗിക അതിക്രമണത്തെ എങ്ങനെയാണ് പ്രണയത്തോട് ഉപമിക്കാൻ പറ്റുന്നത്? ഈ പ്രണയത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇയാൾക്ക് പീഡിപ്പിക്കാൻ തോന്നിയെന്നുള്ളത് എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞ വെർജിനിറ്റി, അങ്ങനെ തന്നെ നിർത്തുക എന്നുള്ളത്. ഫസ്റ്റ് മെൻസസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന സെക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇവർ തുന്നി വെക്കും. തുന്നി വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് നൈറ്റിലാണെന്നുള്ളത്. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളോട് ഇങ്ങനെ അതിക്രമണം ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത ദിവസം വീട്ടിൽ കയറി ലൈംഗികപരമായി ഉപയോഗിക്കാനോ ഒന്നും അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രണയത്തിനകത്തിലുള്ള ആ ഒരു സെക്ഷുവാലിറ്റിയും ഈ പിടിച്ചു വാങ്ങുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് സമൂഹത്തിൽ പലർക്കും ഇപ്പോഴും ഒരു അറിവില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ചിത്രേ, കുറച്ച് മുമ്പ് ഒരു റീല് കാണുന്നതിൻ്റെ ഇടയ്ക്കിൽ ഒരു വാർത്തയായിരുന്നു. 28കാരനായ മോഷ്ടാവിന് 17കാരിയോട് തോന്നിയ പ്രണയം. നമ്മളപ്പോൾ എന്തായിരിക്കും ആ ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ തോന്നും, മോഷ്ടിക്കാൻ കയറിയ ഒരാൾക്ക് അവിടുത്തെ കുട്ടിയെ കണ്ട് ഇഷ്ടമായി, പ്രണയമായിരിക്കും എന്നായിരിക്കും എന്ന്. ആദ്യത്തെ ആ ഒരു ന്യൂസിൻ്റെ ഫസ്റ്റ് ഇതായിരുന്നു ഞാൻ കണ്ടത്. രണ്ടാമത് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ വീട്ടിൽ കയറി ആ കുട്ടിയെ ലൈംഗികമായി അയാൾ പീഡിപ്പിക്കുന്നു. അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്, അതിൽ ആ പ്രണയം എന്ന് പറയുന്ന ടാഗ് അപ്പം എന്തിനായിരിക്കും ആ ഒരു വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിച്ചതെന്ന്. പ്രണയം എന്നല്ല, അത് കാമം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ മോഷ്ടാവിന് ഒരു പ്രണയം തോന്നുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിരിക്കും. പക്ഷെ അതിനുശേഷം ഈ പ്രണയം തോന്നിയ പെൺകുട്ടിയെ നമ്മൾ എന്താ പറയുക, പീഡനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് ബലമായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ. പ്രണയം എന്ന് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു പോകേണ്ട, നാച്ചുറലായിട്ട് വന്നു പോകേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഈ പ്രണയത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇയാൾക്ക് പീഡിപ്പിക്കാൻ തോന്നിയെന്നുള്ളത് എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. അത് പ്രണയമായിരിക്കില്ല. അതിൻ്റെ ആ ഒരു വൈരുദ്ധ്യം ശരിക്കും തോന്നുന്നത് അവിടെ തന്നെയാണ്. അയാൾക്ക് ഒരു അട്രാക്ഷൻ തോന്നി, അത് സെക്ഷൽ അട്രാക്ഷൻ മാത്രമാണ് അയാൾക്ക് ആ പെൺകുട്ടിയോട് തോന്നിയത്. അതും 17 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ പോക്സോ ആയിരിക്കും എന്തായാലും വരാൻ പോകുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ തോന്നി. ഞാൻ അതിനകത്തുള്ള പ്രണയം എന്ന് സൂചിപ്പിച്ച സമയത്ത് എന്താ നമുക്കൊരു തെറ്റിദ്ധാരണ പോലെ പരത്തും. അയാൾക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള പ്രണയിക്കാൻ അല്ലെങ്കിൽ പ്രണയം തോന്നിയതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാതെ പോവുകയാണോ ചെയ്തത്, അങ്ങനെയൊക്കെ സംശയങ്ങൾക്കൊടുവിലാണ് അതൊരു ബലാത്സംഗമാണ് അല്ലെങ്കിൽ ഒരു ലൈംഗിക അതിക്രമണമാണെന്നൊക്കെ കാണുമ്പോഴാണ് ലൈംഗിക അതിക്രമണത്തെ എങ്ങനെയാണ് പ്രണയത്തോട് ഉപമിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ മാരിറ്റൽ റേപ്പുകളൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഈ മാരേജ് അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മളെ റേപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് പല സ്ത്രീകളും പുറത്തേക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം ഇത് നിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയാണ് ഞാൻ റേപ്പ് ചെയ്തത്, അതിലൊരു കുറ്റം അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് കരുതാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത്. കാരണം അയാൾക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് അയാൾ ലൈംഗിക അതിക്രമണം നടത്തി, അതിനെ അങ്ങ് പ്രണയമായി മാറ്റി കഴിയുന്ന ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു രീതിയാണ്. നമ്മൾ അങ്ങനെ അതിനെ ഒരു പരിവർത്തനപ്പെടുത്തുന്ന രീതി. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളോട് ഇങ്ങനെ അതിക്രമണം ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത ദിവസം വീട്ടിൽ കയറി ലൈംഗികപരമായി ഉപയോഗിക്കാനോ ഒന്നും അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനെയൊക്കെ പ്രണയമാക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനറേഷൻ മുഴുവൻ അങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. പക്ഷെ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ് പ്രണയം. ഒരു കാലത്ത് മാരിറ്റൽ റേപ്പ് എന്താണെന്ന് അറിയാതിരുന്നത് പോലെ തന്നെ ആയിരിക്കും ഇത്തരത്തിൽ പ്രണയത്തെ ലൈംഗിക അതിക്രമണത്തോടു കൂടി ഉപമിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതാണ് എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരു തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ കമന്റ് സെക്ഷനിലേക്കൊന്നും ഞാൻ പോയില്ല. കമന്റ് സെക്ഷനിൽ നോക്കാതിരിക്കായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ പ്രണയത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ ലസ്റ്റ് എന്നുള്ളൊരു സംഭവം എന്നുണ്ടെങ്കിലും ഈ പ്രണയത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലോ ഒന്നുമല്ല, ഒരാളെ കണ്ടിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നു, അതിന് അട്രാക്ഷൻ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം അയാൾ അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പീഡനം പോലുള്ള ഒരു കാര്യം അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു അട്രാക്ഷൻ മാത്രമായിട്ട് ഉണ്ടായിരിക്കുക, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരിക്കും അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കുക. അതിന് ഈ പ്രണയം എന്നുള്ള രീതിയിൽ വിചാരിച്ചേക്കുന്നത് ഇത് ഏത് മണ്ടനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം അത് പ്രണയമല്ല. എനിക്ക് തോന്നുന്നു കമന്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണോ ഇനി അങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. അവർ തമ്മിൽ എന്തായാലും റിലേഷൻഷിപ്പിലോ കാര്യങ്ങളോ ഒന്നും അല്ല. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു റേപ്പിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പ്രണയമായിട്ട് കണക്കാക്കാനും പറ്റില്ല.
പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം. മോഷ്ടാവ് ഈ കുട്ടി അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. അല്ല, മോഷ്ടാവ് പറഞ്ഞിട്ടുള്ളതായിരിക്കാം പ്രണയം തോന്നി എന്നുള്ളത്. എന്നാ പറഞ്ഞാൽ രക്ഷപ്പെടൂല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. മണ്ടനാ. അല്ല, ഇതിനു മുമ്പ് ഇയാൾ ഇതേ വീട്ടിൽ ചിലപ്പോൾ മോഷണ ശ്രമത്തിന് പറഞ്ഞാൽ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ മോഷ്ടാവിന് തോന്നിയൊരു പ്രണയം അതായിരുന്നു. ഞാൻ ആ ടാഗ് കേട്ടപ്പോൾ ഞാൻ ഒരു സോഫ്റ്റ് സ്റ്റോറി ആണെന്ന് വിചാരിച്ചാണ് എടുത്ത് നോക്കിയത്. എന്നാൽ മോഷ്ടാവിന് തോന്നിയൊരു പ്രണയം എന്നുള്ളൊരു രീതിയിലേക്ക്. പക്ഷെ അതൊരു പ്രണയമല്ലായിരുന്നു എന്ന് പിന്നീട് അത് ലൈംഗിക അതിക്രമണം, 17-കാരിയെ ലൈംഗിക അതിക്രമണം ചെയ്തു എന്ന് കേട്ടപ്പോഴാണ് ദൈവം എങ്ങനെയാ ഇത് പ്രണയമായി ഇവർക്ക് പറയാൻ തോന്നി. ചിലപ്പോ വേണമെങ്കിലുണ്ടല്ലോ ഇത് ആ പെൺകുട്ടീനെ നേരത്തെ ഇയാൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അയാൾക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. ചില ആൾക്കാർക്ക് ഇപ്പോ എന്താ പറയാ, ചില ആൾക്കാർക്ക് അതെങ്ങനെ അവരോട് അടുക്കണം എന്നുള്ളത് അറിയില്ലാതെ, എന്താ പറയാ, അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി തൻ്റേതാകും എന്നുള്ളൊരു തോന്നലിന്റെ പുറത്തൊക്കെ ആയിരിക്കാം. കാരണം എന്താ വെച്ചാൽ റേപ്പ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേറെ ഒരു മാരേജസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ പാർട്ട്ണറോ കാര്യങ്ങളോ ഒന്നും വർക്ക് ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോ ഇങ്ങനെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സാധനം. ആ പുള്ളിക്കാരത്തെ റേപ്പ് ചെയ്തതിന് ശേഷം മാധവൻ കുട്ടിയോട് വന്ന് പുള്ളിക്കാരൻ പറയുന്നില്ലേ, എൻ്റെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ അത് ചെയ്തു പോയതാണ്, അപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം. ശരിക്കും ആ സമയത്തൊക്കെ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് നല്ലൊരു മനുഷ്യൻ. ചിലപ്പോൾ ആ ടാഗ് പോലും അതിന് കൊടുക്കപ്പെടും. പിന്നീട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അതേപോലെ നമ്മുടെ ലോകത്തും ഇങ്ങനത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു മനുഷ്യർ കുറെ കൂടെ അപ്ഗ്രേഡ് ആയി നമ്മൾക്ക് ഈ പറയുന്ന നിയമവശങ്ങളെ പറ്റിയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്നിറ്റിയുടെ ഒരു വാല്യൂ മനസ്സിലായപ്പോൾ തൊട്ടാണ് ഈ റേപ്പിസ്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ സെയിം വെർഷൻ സാധനം ഇതിനു മുമ്പ് ലോകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ വേറെ കേസ് ഡയറിയിലാണ് പഠിച്ചിട്ടുള്ളത്. വെച്ചാൽ റേപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ആ വ്യക്തിമിനെ കല്യാണം കഴിച്ചോളാം. ഓക്കെ, അപ്പോൾ നിന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ശാരീരികപരമായി നിന്നെ ഉപയോഗിച്ച ആള് തന്നെയാണല്ലോ നിന്നെ കല്യാണം കഴിക്കുന്നത്. ആ ഒരു വെർഷനിലേക്കൊക്കെ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് ഇതൊന്നും വെറും സിനിമകളല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ഒരു ഈ പ്രണയത്തിനകത്തിലുള്ള ആ ഒരു സെക്ഷുവാലിറ്റിയും ഈ പിടിച്ചു വാങ്ങുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് സമൂഹത്തിൽ പലർക്കും ഇപ്പോഴും ഒരു അറിവില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. എങ്ങനെ നിന്നാലും ആ കുട്ടിയുടെ വെർജിനിറ്റി പോയി, എങ്ങനെ നിന്നാലും ആ കുട്ടിയുടെ വെർജിനിറ്റി പോയി എന്നുള്ളത് മാത്രമാണ് ആളുകൾ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷനാണ് ശരിക്കും പറഞ്ഞ വെർജിനിറ്റി, അങ്ങനെ തന്നെ നിർത്തുക എന്നുള്ളത്. അത് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ എന്താ പറയുക, എന്ന് വെച്ച് നമ്മൾ വെർജിനിറ്റി വേണ്ട അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. മേ ബി നേരത്തെ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം, പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു ഈ വെർജിനിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് പെൺകുട്ടികൾ പൊതുവെ അവർ വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം മേ ബി. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഈ മാരേജസിന്റെ ഒക്കെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വെർജിനിറ്റി നോക്കി കല്യാണം കഴിക്കുന്നത് ഇപ്പോഴും നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിത്ര, ഈ പറയുന്ന രീതിയിലാണെങ്കിൽ നേരത്തെ കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു ഈ പെൺകുട്ടികളുടെ ഈ പറയുന്ന വജൈനയിൽ തുന്നി വെക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ രാജ്യത്ത് ഒരു കൾച്ചറാണ്, ഒരു സ്ഥലത്തെ. എന്ന് വെച്ചാൽ ഈ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ മെൻസ്ട്രേഷൻ, ഫസ്റ്റ് മെൻസസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന സെക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇവർ തുന്നി വെക്കും. തുന്നി വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് നൈറ്റിലാണെന്നുള്ളത്. അതും നമ്മൾ വിചാരിക്കും ഈ തുന്നി വെക്കുന്നത് മെഡിക്കൽ സപ്പോർട്ടോടെ ആണെന്നുള്ളത്. പക്ഷെ അല്ല, ഈ പറയുന്ന ഹസ്ബൻഡ് നമുക്ക് ഒരു സ്റ്റിച്ച് അടിക്കുമ്പോൾ തന്നെയുള്ള വേദന നമുക്കറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ഇവർ തുന്നൽ അയക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു ആ ഒരു വിക്ടിമ് തന്നെ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിക്ക് ഇത് പറ്റില്ല, ഹോസ്പിറ്റലിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന അമ്മായച്ചൻ, അമ്മായിമ്മ,
ഭർത്താവിൻ്റെ സഹോദരൻ ഇവരെല്ലാവരുടെയും പെൺകുട്ടിയുടെ കൈയും കാലും പിടിച്ച് വെച്ചിട്ടാണ് ഈ പറയുന്ന സ്റ്റിച്ച് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിയാലിറ്റി വന്ന് പൊതുസമൂഹത്തിലേക്ക് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കൾച്ചറായിട്ട് ഇപ്പോഴും പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അവിടെ ചിത്ര പറഞ്ഞ ആ ഒരു മെയിൻ പോയിൻ്റാണ് വെർജിനിറ്റി. ആ കുടുംബത്തിൽ വഴിതെറ്റി പോവാതിരിക്കാൻ, അല്ലെങ്കിൽ വഴി പിഴച്ച് പോവാതിരിക്കാൻ എന്നൊരു ടാഗോടെയാണ് ഇത്തരം ഒരു ആചാരം അവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിൽ ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്, തിരിച്ച് ഈ പറയുന്ന പുരുഷന്മാർക്ക് ആ ഒരു വെർജിനിറ്റി അപ്പോൾ അവിടെ ഒരു കൽപ്പിക്കുന്നില്ലേ? സ്ത്രീകൾക്ക് നിങ്ങൾ ഈ തുന്നി വെക്കുന്ന ഒരു സംവിധാനം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു കൊടുത്ത ആ ഒരു ഭർത്താവ് വേർജിൻ ആണെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? അപ്പോൾ ആ ഒരു കാര്യം പുരുഷന്മാർക്ക് വേർജിനിറ്റി വേണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഈ ആധിപത്യം ഉള്ളതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞങ്ങൾക്ക് വെർജിനിറ്റി അളക്കാനോ അല്ലെങ്കിൽ വെർജിനിറ്റി ഞങ്ങൾ വെർജിനാണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് മനസ്സിലാവുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവരുടെ മേളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാം, ഓക്കെ, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, നിങ്ങളുടെ വെർജിനിറ്റി പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെയുള്ള തോട്ട്സ് ഉള്ള പണ്ട് മനുഷ്യന്മാർ. കാലത്ത് കല്യാൺ ശാന്തി മുഹൂർത്തത്തില് വെള്ള ബെഡ്ഷീറ്റ് ഒരു ബ്ലഡ് വീഴണം. അങ്ങനെ ബ്ലഡ് വീഴാത്തത് കൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിലേക്ക് ഈ വെള്ള ബെഡ്ഷീറ്റ് സമ്പ്രദായങ്ങളൊന്നും ഇല്ല, പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ വെള്ള ബെഡ്ഷീറ്റ് വധുവിൻ്റെയോ വരൻ്റെയോ ആൾക്കാർ വാങ്ങി വിരിച്ചിട്ടാണ് ഈ ഒരു ഫസ്റ്റ് നൈറ്റിലേക്ക് അവരെ കടത്തിവിടുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പ്രണയം, ലസ്റ്റ്, ഈ പറയുന്ന സെക്സ്, ഇതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നമ്മൾ ഇനിയുള്ള ജനറേഷനിലെങ്കിലും ആൾക്കാർക്ക് കൊടുത്തു തരണം എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഓൾറെഡി ഒരു ജനറേഷൻ അവസാനിക്കാറായി. ഇനി ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് നമ്മുടെ ജനറേഷനിൽ കൊടുക്കുക എന്നുള്ളൊരു ചോയ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ പഴയ ആൾക്കാരെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഈ പ്രണയം, അതിനകത്ത് ലവ് മേക്കിംഗ്, ഇത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ലവ് മേക്കിങ്ങും സെക്സും രണ്ടാണ് എന്നുള്ളത്. കാരണം അതിന് ഇതിന് വേണമെങ്കിൽ നമുക്കത് ഉദാഹരണമായിട്ട് പറയാം. ഇത് കാണിക്കുന്നത് പക്ക റേപ്പ്, ആ രീതിയിലുള്ളൊരു സെക്സാണ് കാണിക്കുന്നത്. പക്ഷെ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് അത് നമ്മളുടെ അതൊരു ലവ് മേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. കൂടുതലായിട്ട് ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മീര ജാസ്മിന്റെ ഒരു ആദ്യത്തെ സിനിമയുണ്ട്, ആ സിനിമയ്ക്കകത്ത് അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ പറഞ്ഞ റേപ്പ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ ഈ പറയുന്ന ലവ് മേക്കിംഗ് എന്താണ്, ഒരാളെ പിടിച്ചു വലിച്ച് ഇതെൻ്റെ അവകാശമാണ് എന്നും പറഞ്ഞു പോയി ചെയ്യുന്ന ആ ഒരു രീതി എന്താണെന്ന്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആയിട്ടൊക്കെ നിൽക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ആ ഒരു സിനിമ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റത്തിൽ ഈ പിടിച്ചു വാങ്ങിച്ചെടുക്കുന്ന ആ ഒരു ശരീരത്തിനോടുള്ള അവകാശങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ ശരീരം അത് നമ്മൾ ഈ പറയുന്ന ലവ് മേക്കിങ്ങിലൂടെ സെക്സിലേക്ക് പോകുന്നതും അതല്ലാതെ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി ഇപ്പം മറ്റൊരു ട്രെൻഡാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്. അതും ഈ പറയുന്ന ലവ് മേക്കിങ്ങിൻ്റെ മറ്റൊരു വെർഷനാണ്. ഞാനല്ലേ കാണുന്നുള്ളൂ, ഞാനല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്കൊന്നും ഇവിടെ മിക്ക ഉണ്ടാകുന്ന പീഡനങ്ങളുടെയും ലവ് മേക്കിങ്ങിൻ്റെ സ്ട്രാറ്റജി ഇതാണ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്. ബ്ലാക്ക് മെയിലിംഗ് ആണോ, ഭീഷണിപ്പെടുത്തുവാണോ? അല്ല. പക്ഷെ എന്താ ചെയ്യുന്നത്, ഇമോഷണലി നമ്മളെ ഈ ബ്രെയിൻ വാഷ് ചെയ്ത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി എന്താണ് ഈ പറയുന്ന ലവ് മേക്കിംഗ്, ഈ പറയുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്താണ്, ഇത് തമ്മിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ തീരും.